ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീട്ടിലെ ചെറിയ സാധനങ്ങൾ വെച്ചുകൊണ്ട് ബ്രോസ്റ്റ് തയ്യാറാക്കുകയാണ്. ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യമായി നമ്മളൊരു പാത്രമെടുത്ത് ചിക്കൻ അതിലേക്ക് അടക്കി ഒതുക്കി വെക്കുകയാണ്. ഞാൻ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായ രീതിയിൽ 1/2 ഗ്ലാസ് വിനേഗറും, അതായത് സുർക്ക, 1/2 ഗ്ലാസ് വെള്ളവുമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമ്മളത് ആ വെള്ളത്തിൽ, അതായത് സുർക്കയിൽ മുങ്ങുന്ന രീതിയിൽ വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ എടുക്കണുള്ളൂ. അതുവരെ അതിൽ ആ പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ അതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കുകയാണ്. ആദ്യമായി ഒരു പാത്രത്തിൽ 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇടാം, എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടുകയും വേണ്ട. ഇത് നല്ലവണ്ണം കുഴച്ച് മിക്സാക്കി ഓരോന്നും അതിൽ മുക്കി നമ്മൾ വെക്കുകയാണ്. ചിക്കനിൽ പുളിയും ഉപ്പൊക്കെ പിടിച്ചേക്കും. എന്നാലും നമ്മൾ ഈ മസാലയിൽ ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓരോന്ന് വീതമായി നമ്മൾ ഇടുകയാണ്. ചെറിയ തീയിൽ, അതായത് സിമ്മാക്കിയിട്ട് വേവിക്കാൻ ശ്രമിക്കുക. കാരണം പുറം കരിയും ചെയ്യും, ഉള്ളു വേവുകയുമില്ല വലിയ തീയിൽ വേവിച്ചാൽ. അതുകൊണ്ട് ചെറിയ തീയിൽ വേവിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് വേവിക്കുക. അങ്ങനെ എല്ലാ ഭാഗവും വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. കൂടുതൽ ഇളക്കിയാൽ ചിക്കൻ വേറെയും മസാല വേറെയുമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ മറിച്ചിടാൻ ശ്രമിക്കുക. കുറച്ച് ഭംഗിക്ക് ഉരുളൻകിഴങ്ങും കൂടി അരിഞ്ഞത് ആ മസാലയിൽ മുക്കിക്കൊണ്ട് ഇതിലേക്ക് പൊരിക്കാനിടാം. ഒന്ന് മാത്രം ചിക്കൻ വേറെയും മസാല വേറെയുമായി മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉഷാറായി അടിപൊളിയായി സാദാ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.